നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം, ഗ്രഹനില, നക്ഷത്രം, അതിന്റെ സ്ഥാനം, ജനിക്കുന്ന കുഞ്ഞിന്റെ ദേവതാഗണം എന്നിവയൊക്കെ അടിസ്ഥാനമാക്കി ഓരോ പേരുകൾ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു പേര് എന്റെ പേരക്കുട്ടിക്ക് ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് അങ്കിൾ ഇത്ര കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരു കൈനോട്ടക്കാരനെയോ ജോത്സ്യനെയോ കണ്ടാ പോരെ? അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ പേരും കിട്ടാ പോരെ? പെൺകുട്ടിയാണെങ്കിൽ വേദക്കുട്ടി, ആൺകുട്ടിയാണെങ്കിൽ വേദക്കുട്ടൻ. നിനക്ക് കളി പറയാൻ കണ്ട നേരമാണോ ഇത്? അല്ല ചേച്ചി, ഞാൻ അങ്കിളുടെ നിഷ്കളങ്കത ഓർത്ത് പറഞ്ഞതാ. അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എങ്ങനെ വേണമെങ്കിലും കളിയാക്കിക്കോട്ടെ. പക്ഷേ എന്റെ ആഗ്രഹം ഇതാ, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ പേരക്കുട്ടികളെ കാണാൻ കഴിയുമെന്ന് അറിയില്ല. അവർക്കായി ഒരു പേരെങ്കിലും തെരഞ്ഞു വെക്കാൻ എനിക്ക് അവകാശവും ആഗ്രഹവും ഉണ്ടല്ലോ. അച്ഛനിങ്ങനെ ഇമോഷണലായി കാര്യങ്ങൾ ചിന്തിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇമോഷണൽ ആവും സച്ചി. അത് നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ എന്റെ സ്ഥാനത്ത് വരണം. എല്ലാവരും അങ്ങനെയാ. ഞാൻ അച്ഛനായപ്പോഴാ മക്കളുടെ സ്വപ്നം ഉണ്ടായത്. മക്കളുണ്ടായപ്പോഴാ അവരുടെ വളർച്ചയും ഭാവിയും ചിന്തിക്കുന്നത്. അവരുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവരുടെ മക്കളെ കാണാൻ ആഗ്രഹം. അങ്ങനെ നമ്മൾ ഏത് സ്ഥാനത്താണോ അതനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും മാറും. കുഞ്ഞെന്ന ആഗ്രഹം വേണ്ടാന്ന് പറയുന്നില്ല അച്ഛൻ. അതിനിപ്പോ മുൻകൂട്ടി നമ്മൾ പേരൊക്കെ ആലോചിച്ച് തെരഞ്ഞു വെക്കുന്നത് നല്ലതാണോ? നല്ലതോ ചീത്തയോ, അവർക്ക് ഏതായാലും കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് പേര് കണ്ടുവെക്കുന്നതിൽ എന്താ തെറ്റ്? കുഞ്ഞുണ്ടാകുന്നതിന് മുൻപേ കുഞ്ഞിന്റെ ജാതകം ഉണ്ടാക്കുന്ന പോലെയാണല്ലോ ഇത്. അനഘ മിണ്ടാതിരിക്കുന്നുണ്ടോ? അച്ഛാ, ഇതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. അച്ഛൻ എപ്പോഴും ഇത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്ന എന്തിനാ? വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ആലോചിക്കാനായിട്ട്? അപ്പോ നിങ്ങൾക്കാർക്കും എന്നെ മനസ്സിലാവുന്നില്ല. എന്റെ മനസ്സെന്താണെന്നോ എന്റെ വിഷമം എന്താണെന്നോ ആർക്കും അറിയില്ല. ഞാനീ പറയുന്നത് നിങ്ങൾക്കൊക്കെ തമാശയായിട്ടോ ചിലപ്പോ എന്തെങ്കിലും മനോരോഗമായിട്ടോ തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. അച്ഛനിപ്പോ എന്താ വേണ്ടേ? അച്ചുവടത്തിയുടെയും സച്ചിയേട്ടന്റെയും കുഞ്ഞിനൊരു പേര് കണ്ടുപിടിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞങ്ങളേറ്റു. അച്ഛൻ എത്ര പേര് വേണം? അച്ഛൻ ഒത്തിരി പേരൊന്നും വേണ്ട, നന്മയുള്ള, കേൾക്കാൻ ഇമ്പമുള്ള പേര്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.